ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ നത്തൂൺ ടിപ്സ് ആൻഡ് സ്റ്റിച്ചിങ്. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് രണ്ട് ഷേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതായത് ഒന്ന് കരിക്കിൻ്റെ ഒന്ന് സ്ട്രോബെറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഷേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കരിക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ കരിക്കിനെ തൊണ്ടടക്കമുള്ള കരിക്കാണ് ഒറിജിനൽ കരിക്ക്. അതിന് നമുക്കൊന്ന് വെട്ടിയെടുക്കാം. നല്ല നല്ല എന്താ പറയുക, ശരിക്കും കരിക്ക്, മൂക്കാത്ത കരിക്ക്. ഇതിന് വെള്ളം നമുക്ക് ഇതിൽ ഒഴിക്കാം. കരിക്കും വെള്ളം. ഇത് ഈന്തപ്പഴമാണ്, നന്നായി തൊലി കളഞ്ഞ് കുരു കളഞ്ഞ ഈന്തപ്പഴം. ഈന്തപ്പഴം ഇടണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി, അല്ലെങ്കിൽ വെറുതെ കരിക്ക് മാത്രം ഇട്ടാൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ബൂസ്റ്റ് ഇടാം. പാക്കറ്റുകൾ 5 രൂപയ്ക്കൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് വേണമെങ്കിൽ അത് ഇട്ടാൽ മതി. അതും വേണമെന്നില്ല, ഞങ്ങളിവിടെ ഇടുന്നുണ്ട്. നമുക്ക് കുറച്ച് കപ്പലണ്ടി തൊലി കളഞ്ഞതാണ്, അതും ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി അരച്ചെടുക്കാം. കുറച്ച് കാഷ്നട്ടും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മുടെ പാല് ഐസായിട്ട് കറക്റ്റായിട്ടിരിക്കുന്നതിന് നമുക്ക് തട്ടി ഉടയ്ക്കാം. പാല് അടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഐസും കട്ട ശരിക്കും അലിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി അടിക്കാം. പാല് കട്ട അങ്ങനെ കരിക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഓരോ ഗ്ലാസ്സിലേക്കും അത് പകർത്തി ഒഴിച്ച് വെക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് സ്ട്രോബെറി ഷേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി നമുക്കതേ കുറച്ച് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്ട്രോബെറി ഷേക്ക് ഉണ്ടാക്കാം. പിള്ളേർക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമുള്ളതല്ല ഷേക്ക്. അത് ഈ വേനൽ ചൂടിൽ നമുക്ക് ഷേക്ക് കുടിക്കാനായിട്ടൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞങ്ങൾ സ്ട്രോബെറി ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സ്ട്രോബെറി കുറച്ച് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. 2 പാക്കറ്റ് പാല്, പിന്നെ നമുക്ക് ആവശ്യത്തിന് കപ്പലണ്ടി തൊലി കളഞ്ഞ കപ്പലണ്ടി, കുറച്ച് ഈന്തപ്പഴം, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. അപ്പോൾ നമുക്ക് സ്ട്രോബെറി ഷേക്ക് ഉണ്ടാക്കാം. നമുക്കൊരു മണത്തിന് വേണ്ടി 2 ഏലക്കായ അതിൽ കൂട്ടി ചേർക്കാം കേട്ടോ. നമ്മുടെ സ്ട്രോബെറി നമുക്കൊന്ന് അതിൽ മുറിച്ചിടാം. പിള്ളേർ കുറേ നാളായി സ്ട്രോബെറി ഐസ്ക്രീം, സ്ട്രോബെറി ഷേക്ക് ഉണ്ടാക്കാൻ വെച്ച് സ്ട്രോബെറി ഷേക്ക് ഉണ്ടാക്കാമെന്ന് പറയും. ഞങ്ങൾ സ്ട്രോബെറി ഐസ്ക്രീം ഉണ്ടാക്കി. ഇനി അപ്പോൾ സ്ട്രോബെറി ഷേക്കും കൂടി പിള്ളേർക്ക് വേണം. നമുക്കത് ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചു. ഇതിലേക്ക് നമുക്ക് ഈ ഈന്തപ്പഴം നന്നായി കുരു കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞതാണ് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് കൊടുക്കാം. നമ്മുടെ പാല് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കപ്പലണ്ടി നമുക്ക് ഇതിലിടാം. അത് കഴിഞ്ഞ് കുറച്ച് കപ്പലണ്ടി ലാസ്റ്റ് ഇടാം. ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം.
നന്നായി ഒന്ന് അടിച്ചെടുക്കാം. നമ്മുടെ ഷേക്കിലേക്ക് നമുക്കൊരു സ്പൂണ് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം ഒരു ടേസ്റ്റിന്. നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ്. സ്ട്രോബെറിയും ഈന്തപ്പഴവും പിന്നെ നമ്മുടെ ബൂസ്റ്റും കപ്പലണ്ടിയും പാലും ഒക്കെ കൂടിയായിട്ട് അടിപൊളി നമ്മുടെ ഷേക്കാണിത്. കണ്ടോ, സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഷേക്ക് നിങ്ങൾ കണ്ടിട്ട് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഫ്രഷ് സ്ട്രോബെറിയുടെയും കരിക്കിൻ്റെയൊക്കെ റെസിപ്പി എല്ലാവരും കണ്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.